സദാനങ്ങൾ പാടിപ്പുകഴട്ടെ, ജ്ഞാനം സ്തുതി. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ രണ്ട് ഭാഗങ്ങൾ കേൾക്കാനിടയായി തീർന്നു. ഒന്നാമത് കേട്ട വചനഭാഗം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനമായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് കർത്താവ് വിളിച്ചുകൊണ്ടുവന്ന് ഒരിക്കലും അവനോ അവന്റെ തലമുറയോ കേട്ടിട്ടില്ലാത്തതും കേൾക്കാൻ സാധ്യതയില്ലാത്തതുമായ പ്രത്യാശയുടെ വചനങ്ങൾ ദൈവം അവനോട് പറഞ്ഞതും ആ മനുഷ്യൻ ആ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം ദൈവത്തിന് എത്രമാത്രം വേദന ഉണ്ടാക്കാമോ, എത്രമാത്രം ദൈവത്തെ ഉപദ്രവിക്കാമോ, എത്രമാത്രം ദൈവത്തെ ദ്രോഹിക്കാമോ, അതിന് ആ ചെയ്യാവുന്ന മുഴുവൻ ദ്രോഹവും ദൈവത്തോട് ചെയ്ത ഒരനുഭവമാണ് നമ്മൾ ആദ്യം കേൾക്കാനിടയായിട്ടുള്ളത്. അതാണ് യെരബയാം. യെരബയാം എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ദാവീദിന്റെ ഭവനത്തിലെ ഒരു ബാല്യക്കാരനാണ്. അതായത് ഒരു ദാസനാണെന്ന് പറയാം. ആ മനുഷ്യന് ദൈവം വളരെ പരാക്രമശാലിയാണ്, പരിശ്രമശാലിയാണ്. അദ്ദേഹത്തിന് ദൈവം വലിയൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. നിന്റെ യജമാനായ ദാവീദിന്റെ ഗൃഹം തെറ്റിപ്പോയി. ശലോമോൻ ദൈവത്തിന്റെ വഴികളിൽ നിന്നില്ല. അതുകൊണ്ട് ഇന്ന് നിന്നെ ആ വഴിക്ക് വിളിക്കുകയാണ്. ദാവീദിന് കർത്താവ് കൊടുത്തതുപോലെയുള്ള അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സംരക്ഷണങ്ങളും ഭാവി ജീവിതവും തലമുറയുടെ അനുഗ്രഹങ്ങളും എല്ലാം നിനക്കും നിന്റെ തലമുറയ്ക്കും തരും. നീ ഒരു കാര്യം ചെയ്താൽ മതി. ദാവീദ് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചോ അതുപോലെ പ്രസാദിച്ചാൽ മാത്രം മതി. അതുപോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മാത്രം മതി. ഈ വാക്ക് കേട്ടതിന് ശേഷം ആ മനുഷ്യൻ ചില കാര്യങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നു. ആ ചിന്തയിലാണ് മനുഷ്യൻ തെറ്റിയത്. ഈ ചിന്തയ്ക്കാണ് വേദപുസ്തകത്തിൽ യെരബയാമിന്റെ പാപം എന്ന് എഴുതിയിരിക്കുന്നത്. യെരബയാമിന്റെ പാപം ഒരിക്കലും മനുഷ്യനിൽ നിന്ന് മാറിപ്പോകാൻ പ്രയാസമുള്ള കാര്യം. കാരണം അവൻ എപ്പോഴും ദാസന്റെ ചിന്താഗതി, തന്റെ യജമാനായ ദാവീദ് ഗൃഹം അല്ലെങ്കിൽ ശലോമോന്റെ കുടുംബം, ആ കുടുംബം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടതും അവരുടെ മേൽക്കോയ്മ തന്റെ മേൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നതുമായ ഒരു വ്യക്തിയാണ് യെരബയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നോടുകൂടെ ഉള്ളവര് ഒരിക്കലും ശലോമോന്റെ കൈകൾ അകപ്പെട്ടു പോകാതെ വണ്ണം, അവന്റെ മേൽക്കോയ്മയിൽ ആയിപ്പോകാതെ വണ്ണം തന്ത്രങ്ങൾ മെനയുന്ന ഒരു ഹൃദയാവസ്ഥ യെരബയാമിന് കടന്നു വന്നു. അങ്ങനെയാണ് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൽ ഇസ്രായേലിനെ കൊണ്ട് നമസ്കരിപ്പിച്ചു. ദൈവം നിയമിക്കാത്ത പുരോഹിതന്മാരെ അതിനുവേണ്ടി പുരോഹിതന്മാരായിട്ട് നിയമിച്ചു. എന്നിങ്ങനെ ദൈവത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹം അത് നിമിത്തം സംഭവിച്ചത് എന്താണ്? ഒടുവിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അവന്റെ വീതിയിലെ ചെളി കോരിക്കളയുന്നത് പോലെ ഈ മനുഷ്യന്റെ ഭവനത്തെ ദൈവം ഇല്ലാതാക്കി കളഞ്ഞ ചരിത്രമാണ് നമ്മൾ കേൾക്കാനിടയായത്. എന്തോ കാര്യം, എത്ര ഭയങ്കരമായ ഒരു ചരിത്രം! വേദപുസ്തകത്തിലുടനീളം ഏറ്റവും ആദ്യമേ നമ്മളൊന്ന് നോക്കണം. യെരബയാമിന്റെ പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കണം. കർത്താവിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ എപ്പോഴും നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന് മുമ്പാകെ വലിയവനും ചെറിയവനും ഇല്ല. ഏറ്റവും ആദ്യം അത് മനസ്സിലാക്കണം. ദൈവത്തിന് മുമ്പാകെ ധനവാനെന്നോ ദരിദ്രനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ അങ്ങനെയില്ല. കാരണം ഇന്ന് ദൈവം ദാസനെയാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ദാസൻ യജമാനന്റെ മുകളിൽ, അവൻ യജമാനിൽ നിന്ന് കരുതുന്നവന്റെ മുകളിൽ ആക്കി വയ്ക്കുവാൻ അവന് കഴിയും. അവിടെ അവൻ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം
ദൈവം ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം നിവൃത്തിയാകുക തന്നെ ചെയ്യും. ഒറ്റ കാര്യം മാത്രം മതി, ദൈവത്തിന്റെ കീഴ്പ്പെട്ട് അനുസരിച്ചാൽ മാത്രം മതി. അത് ചെയ്യാതെ എണ്ണം സ്വന്തം ബുദ്ധിയിലേക്ക് തിരിഞ്ഞ്, സ്വന്തം ആലോചനയിലേക്ക് തിരിഞ്ഞ്, സ്വന്തം വിചാരത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് വിരോധിയായി തീരുന്ന അവസ്ഥ അവിടെ കൈവീഴാണ്ടിയായി. അവിടെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്, തങ്ങളുടെ ആലോചനയാൽ അവർ അവനോട് മത്സരിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായതാണ് ദൈവം തരുന്ന എത്ര വിലയേറിയ വാഗ്ദത്തത്തെയും ഇല്ലാതാക്കി കളയുന്നതാണ് അവന്റെ ആലോചനയും വിചാരവും. ഒരിക്കലും ദൈവത്തിന്റെ ഹിതപ്രകാരം ആണോ ഞാൻ വിചാരിക്കുന്നത്, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണോ ഞാൻ ആലോചിക്കുന്നത് എന്ന് നോക്കി ഉറപ്പ് പ്രാപിച്ചില്ല എങ്കിൽ ഇതേ ഭാവത്തിൽ തന്നെ ദൈവത്തിന്റെ ഭക്തന്മാർ എല്ലാവരും ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ച ഒരു വാക്യമാണ് നമ്മൾ പ്രാരംഭമായിട്ട് കേൾക്കാൻ ഇടയായിരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞ നാമും അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാകും. ഈ യഹോവയാം കേട്ടതുപോലെ തന്നെ ഒരു സദ്വർത്തമാനം നാമും കേട്ടത്. വചനം പറയുന്നത് തന്റെ വിചാരം കൊണ്ടും തന്റെ സ്വന്തമായിട്ടുള്ള ജഡീയ ആലോചന കൊണ്ടും ആ ദൈവത്തിന്റെ വിചാരങ്ങളെ ഇല്ലാതാക്കി തന്നെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ യരബ്യാവിനെ പോലെ നാം ആയിത്തീരാതെ വണ്ണം കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയുടെ ശ്രേഷ്ഠത എന്തെന്ന് മനസ്സിലാക്കി സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി ദൈവത്തിന്റെ ആലോചനയ്ക്ക് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി അനുസരിക്കുന്നുവെങ്കിൽ നാം ആ ലക്ഷ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. ആ ലക്ഷ്യത്തിലെത്തുവാൻ കർത്താവിന്റെ ആത്മാവിനെ സഹായിക്കും. കർത്താവ് സ്വന്തം പാപത്താൽ എന്നിൽ വന്ന ശാപ